ടെലിവിഷൻ, വെബ് സീരീസ് ചർച്ചകളിൽ അധികമൊന്നും ചർച്ച ചെയ്യാത്ത പേരാണ് ലോസ്റ്റ്. അതിൻ്റെ കാരണങ്ങൾ അറിയാനും ലോസ്റ്റിനെ അറിയാത്തവർക്ക് പരിചയപ്പെടുത്താനുമാണ് ഈ വീഡിയോ. ആദ്യം ലോസ്റ്റിനെക്കുറിച്ച്. സിഡ്നിയിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്ക് പുറപ്പെട്ട ഓഷ്യാനിക് 815 എന്ന ഫ്ലൈറ്റ് നോർത്ത് പസഫിക്കിലെ ഒരു ഐലൻഡിൽ തകർന്നു വീഴുന്നു. അതിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ട 45ഓളം പേർ കൊടും കാട് നിറഞ്ഞ ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷകളോടും കൂടി തുടങ്ങുന്ന സീരീസ് പിന്നീട് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. ആ കാടുകൾ ദുരൂഹമായി എന്തോ ഒളിപ്പിക്കുന്നു എന്നും അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല എന്നും അവർക്ക് മനസ്സിലാവുന്നു. ആ ദുരൂഹതയ്ക്ക് പിന്നാലുള്ള അവരുടെ അന്വേഷണവും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുമാണ് സീരീസിൽ. പിന്നീട് അങ്ങോട്ട് അപ്രതീക്ഷിതമായ സംഭവങ്ങളും ട്വിസ്റ്റുകൾ നിറഞ്ഞ കാഴ്ചകളുമാണ് വരുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ആസ്വാദനത്തെ ബാധിക്കുമെന്നതിനാൽ അതിലേക്ക് കടക്കുന്നില്ല. 20-25 മറ്റോ പ്രധാന കഥാപാത്രങ്ങൾ വരുന്ന സീരീസിൽ എല്ലാവർക്കും വ്യക്തമായ ഭൂതകാല കഥയും സീരീസ് പറഞ്ഞു പോകുന്നുണ്ട്. പ്രസൻറ്റും പാസ്റ്റും ഒരുമിച്ച് ഇടകലർത്തി അവതരിപ്പിക്കുന്നതിനാൽ സീരീസിൽ ഫ്ലാഷ് ബാക്ക് വിരസമാവുന്നു എന്ന് തോന്നുന്നതിന് മുമ്പേ തിരിച്ച് ദ്വീപിലെ ത്രില്ലിംഗ് നിമിഷങ്ങളിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിരസത അനുഭവിപ്പിക്കാതെ എൻഗേജ്ഡ് ആക്കാൻ ലോസ്റ്റിൻ്റെ ഓരോ എപ്പിസോഡിനും കഴിയും. ഈ ഫ്ലാഷ് ബാക്കുകൾ എത്രമാത്രം പ്രധാനമാണ് എന്നത് വഴിയെ അറിയാം. ഓരോ കഥാപാത്രത്തിൻ്റെയും കൂടെ സഞ്ചരിക്കാം. അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അണുവിടാതെ അനുഭവിക്കാം. ദേഷ്യം തോന്നുന്നവരെ പിന്നീട് സ്നേഹിക്കാം. ഒരിക്കൽ സ്നേഹിച്ചവരെ വെറുക്കാം. ആരുടെ കൂടെ നിൽക്കണമെന്നോ ആരാണ് ശരിയെന്നോ അറിയാത്തൊരു യാത്രയാണ് ഈ സീരീസ്. ജാക്ക്, സോയർ, കേറ്റ്, ഡെസ്മൻ, സെയ്ദ് തുടങ്ങി ഒരുപാട് പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ. മിക്കവർക്കും ഒരേ ഇമ്പോർട്ടൻസും കൊടുത്താണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്കാണ് സീരീസ് തുടർന്ന് അങ്ങോട്ട് സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ ജോണർ ഏതാണെന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലേക്കുള്ള കഥയാണ് തുടർന്നു വരുന്നത്. ഇതിൽ ഡ്രാമയുണ്ട്, മിസ്റ്ററിയുണ്ട്, സയൻസ് ഫിക്ഷൻ എലമെൻസ് ഉണ്ട്. സത്യത്തിൽ ഇല്ലാത്തതൊന്നുമില്ല എന്ന് പറയാം. എന്തിനധികം പറയുന്നു, ഇതിലുള്ള ചില ജോണർ തന്നെ ട്വിസ്റ്റാണ്. എങ്കിലും മിസ്റ്ററിയാണ് മെയിൻ. ഓരോ സീസണും ഓരോ എപ്പിസോഡും ഇതുവരെ കാണാത്ത ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഇതിന് മാത്രം കഥകൾ ഇവർക്ക് മാത്രം എങ്ങനെ കിട്ടുന്നു എന്നറിയില്ല. സിനിമയാക്കി എടുത്താൽ മിനിമം 10 സിനിമയ്ക്കുള്ള കഥയുണ്ട്. ഇത്രയൊക്കെ സവിശേഷതകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ലോസ്റ്റ് അധികം ചർച്ചയാവാതെ പോയത്? ഇനി അതിൻ്റെ കാരണങ്ങൾ. 2004 ഇറങ്ങിയ സീരീസ് 6 സീസണുകളിലായി 40 മിനിറ്റുള്ള 121 എപ്പിസോഡുകളാണുള്ളത്. ലോസ്റ്റ് പ്രേക്ഷകരോട് ആവശ്യപ്പെടുന്നത് താരതമ്യേന ഇത്രയും വലിയൊരു സമയമാണ്. 2010 വരെ ഉണ്ടായിരുന്ന സീരീസ് അന്ന് TV സീരീസ് ലോകത്തെ വമ്പൻ തന്നെയായിരുന്നു. ആഴ്ചയിൽ ഒരു എപ്പിസോഡ് എന്ന രീതിയിൽ സംപ്രേഷണം ചെയ്തതുകൊണ്ട് അത് വൻ വിജയമായി. അന്ന് 121 എപ്പിസോഡുകൾ ഒരു പ്രശ്നമല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ബിഞ്ച് വാച്ച് കൾച്ചറിൽ അത് തഴയപ്പെട്ടു. പുതിയ സീരീസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും എപ്പിസോഡുള്ള സീരീസ് കാണാൻ ആളുകൾ മടിച്ചു. വെബ് സീരീസുകൾക്ക് അത്യന്താപേക്ഷിതമായ അഡൾട്ട് രംഗങ്ങൾ ലോസ്റ്റിൽ തീരെയില്ല. അതൊരു നല്ല കാര്യമായി പലർക്കും തോന്നിയേക്കാം. എന്നാൽ നല്ല ഒരു ആർട്ട് വർക്കിൻ്റെ പൂർണ്ണതയ്ക്ക് അത് അത്യാവശ്യമാണ്. അതിനാൽ ലോസ്റ്റിൻ്റെ ആഖ്യാന രീതി ഒരല്പം നിലവാരം കുറഞ്ഞതായി ഇപ്പോൾ തോന്നിയേക്കാം. വയലൻസിനെല്ലാം നിറയെ സാധ്യതകൾ ഉണ്ടായിട്ടും അത് ഉപയോഗിച്ചില്ല. മറ്റൊരു കാരണമായി തോന്നിയത് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ജോണറുള്ള സീരീസാണ്. ഇതിൽ പലതും സീരീസ് തുടങ്ങിയ ശേഷം വന്ന ഡെവലപ്മെൻറ്റാണ്. അത് ചിലർക്കെങ്കിലും സീരീസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ഡിലേമ ഉണ്ടാക്കുന്നു. ഇതുപോലെ തന്നെ എൻഡിങ് അന്ന് ഏറ്റവും കോൺട്രവേഴ്സി ഉണ്ടാക്കിയ എൻഡിങ് ആണ്. ഒരുപാട് എക്സ്പ്ലനേഷൻ ആവശ്യമായ എൻഡിങ് പലർക്കും ദഹിച്ചില്ല. അത് സീരീസിൻ്റെ പോപ്പുലാരിറ്റിയെ ബാധിച്ചു. അന്ന് അതിനെ TV ഷോകളിലും സിറ്റ്കോമുകളിലും എല്ലാം ഇട്ട് ട്രോൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിന് സംഭവിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി. ഇന്നത് ആളുകളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെയാണ് അവസാനിക്കുന്നതെങ്കിലും മിക്കവർക്കും എൻഡിങ് നല്ലത് എന്ന അഭിപ്രായമാണുള്ളത്. എല്ലാം കോർത്തിണക്കിയ ഒരു സാറ്റിസ്ഫൈങ് എൻഡിങ്. എന്തൊക്കെ പറഞ്ഞാലും ലോസ്റ്റിൻ്റെ അന്നത്തെ വിജയമാണ് ബ്രേക്കിംഗ് ബാഡ്, ഗെയിം ഓഫ് ത്രോൺസ് എന്നീ പ്രധാന സീരീസുകൾ നമുക്ക് കിട്ടാൻ കാരണമായത്. TV സീരീസിൽ വലിയ ബഡ്ജറ്റ് പോലും തിരിച്ചു പിടിക്കാം എന്ന് ലോസ്റ്റ് കാണിച്ചു കൊടുത്തു. അത്രയും വലിയ ബഡ്ജറ്റിലായിരുന്നു ആദ്യ എപ്പിസോഡ്. ഇതുവരെ ഇറങ്ങിയ എല്ലാ സീരീസുകൾ എടുത്താലും ഏറ്റവും ബ്രഹ്മാണ്ഡ പൈലറ്റ് എപ്പിസോഡ് ലോസ്റ്റിൻ്റെ തന്നെയാണ്. സിനിമയും സീരീസും എല്ലാം ദൃശ്യാനുഭവങ്ങളാണ്. അവ നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണ്. ആസ്വാദനത്തേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും കൂടെ ആ ദൃശ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവ നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത്. ഡാർക്ക് എന്ന സീരീസിൻ്റെ ഒക്കെ പോരായ്മയായി തോന്നിയതും അതാണ്. പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ മറന്നുപോയത്. ഒരു സിനിമയേക്കാൾ ത്രില്ലിങ്ങും ഫീലിങ്സും പകർന്നു നൽകാൻ സാധിക്കുന്ന സീരീസാണ് ലോസ്റ്റ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ബോധ്യമാവും. രണ്ടാമത്തെ കാഴ്ചയിൽ അതിന് മികവ് കൂടുകയും ചെയ്യും.